നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു. ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 4:30 മുന്നേ ആയിട്ട് എത്തി. പക്ഷെ ആ ഭഗവതിക്കെട്ടിൻ്റെ അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. 4:30 ശേഷം, നട തുറന്നതിന് ശേഷമാണല്ലോ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്നിട്ടാണ് ചുറ്റമ്പലത്തിലേക്ക് കയറാനായിട്ട് സാധിച്ചത്. അവിടെ ശിവയിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആനയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കൊടിമരത്തിന് ചുവട്ടിലായിട്ട്. ഭഗവാൻ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മേളക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാദേശിക ക്യൂവിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നിന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ വിചാരിച്ചേ. പക്ഷേ പ്രാദേശിക ക്യൂ ഒക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ ആ അറ്റത്തേക്കായിട്ടായിരുന്നു ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് സ്ഥലം ലഭിച്ചത്. അങ്ങനെ ശിവേലി തുടങ്ങി 3 പ്രദക്ഷിണം കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം ഇങ്ങനെ വരുന്ന സമയത്ത് നന്നായി ഭഗവാനെ തൊഴുത്ത് നമസ്കരിച്ചു കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ശിവേലിയുടെ സമയത്ത് നമുക്കും ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാ ഭക്തരും ഇങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി. അപ്പോൾ അത് ഒരാളല്ല കേട്ടോ, ഒരുപാട് ഭക്തർ ഇങ്ങനെ ഭഗവാൻ വരുന്ന സമയത്ത് നമസ്കരിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇനി ശിവേലിയുടെ സമയത്ത് ആരെങ്കിലും അവിടെ ക്ഷേത്രത്തിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഈ കാഴ്ച കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കൂ. ഭഗവാനെ നമസ്കരിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കൂ കേട്ടോ. അങ്ങനെ 3 പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്കുള്ള ക്യൂവിലേക്ക് ഞങ്ങൾക്ക് കയറാനായിട്ട് സാധിച്ചത്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇന്നലത്തെ ആ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് കുറേ സമയം നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. അങ്ങനെയാണ് കൊടിമരത്തിന് ചുവട്ടിലേക്ക് എത്തിയതും ആ വലിയ ബലിക്കല്ല് ചുറ്റാനൊക്കെ ഇന്നലെ വളരെ പാടുപെട്ടു കേട്ടോ. നല്ല തിക്കും തിരക്കായിരുന്നു അവിടെ. ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരു തിക്കും തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ബലിക്കല്ല് ചുറ്റിക്കൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചത്. അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറിയത് മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നത്തെയും പോലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിയിരിക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു സ്പെഷ്യൽ അലങ്കാരമായിട്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. കുറുമ്പ് ഇങ്ങനെ കൂടിയിട്ട് അവസാനം യശോദാമ പിന്നെയും പിടിച്ചിട്ട് ഒരെല്ല് കെട്ടിയിട്ടു. ദാമോദരനായിട്ടായിരുന്നു, ദാമോദര ലീലയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. ഉണ്ണീനെ ആണെങ്കിലും ഉരലിനെ ആണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഉരല് ചന്ദനം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല കാഴ്ചയിൽ തന്നെ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഇന്നലെ. ഒരെണ്ണം നന്ദ്യാർവട്ടപ്പൂക്കളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. രണ്ടാമത്തേത് ആ നടുക്കിലുള്ളത് നന്ദ്യാർവട്ടപ്പൂക്കളുടെ ഇടയ്ക്ക് ചെറിയൊരു ഭാഗം തെച്ചിക്കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. മൂന്നാമത്തേത് മുഴുവനായിട്ടും താമരപ്പൂവിൻ്റെ ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒരു ഉണ്ടമാലയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതും താമരപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു. താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. അതിനുള്ളിലാണ് നമ്മുടെ ഉണ്ണി ഇങ്ങനെ കുറുമ്പ് കാണിച്ച് നിൽക്കുന്നത്. ഒരു പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന ആ സ്വർണ്ണഗോപിയൊക്കെ ദൂരേന്ന് ഇങ്ങനെ കാണുമ്പോൾ നന്നായി ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മുഖമാണ്, നന്നായി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം മുഖം ചെറുതായതുകൊണ്ട് തന്നെ വലിയ കാതുപൂക്കളായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുക. നന്നായി അതും കാണുന്നുണ്ടായിരുന്നു. ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ആ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന വളയം പോലത്തെ മാല, അതെപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്ഥിരമായി അണിയാറുള്ള ഒരു മാലയാണ്. പിന്നെ 2 മാലകളുണ്ട്. അതങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു. സോപാനം തൊഴിലാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തു നിന്ന് ആ ഡിസൈൻ എന്താണെന്ന് വ്യക്തമാകുള്ളൂ. പിന്നെ 4ാമത്തെ മാല വലിയൊരു കാശുമാലയായിരുന്നു. അപ്പം അതിൻ്റെ വലിപ്പം കൂടിയത് കൊണ്ട് തന്നെ നന്നായി കാണാനായിട്ട് സാധിച്ചു കേട്ടോ. വലത്തെ കയ്യിൽ ഒരു വെണ്ണുരുളം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നണത് വെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും ഇങ്ങനെ കുറുമ്പ് കാണിക്കുക. അപ്പോൾ കെട്ടിയിട്ടിട്ടും ഈ കുറുമ്പ് തന്നെയാണേ. അപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ഒരു വെണ്ണൂരുള്ള കൊടുത്തിരിക്കുന്നത് തോന്നുന്നു യശോദാമ്മ. എന്നാലെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കട്ടെ ഉണ്ണി എന്നുള്ള രീതിയിൽ.
അതേപോലെ ഇടതുഭാഗത്തായിട്ട് അരയിൽ ഇങ്ങനെ ആ പൊന്നോടക്കുഴലും കൂടെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് കൈയും പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഉരലിൽ കെട്ടിയിട്ടിരിക്കുക. ഒരു ചുവന്ന കയറ് കൊണ്ട് അരയിൽ ഒരു കെട്ടുണ്ട്, മറുഭാഗത്ത് ആ ഉരലും ഇടതുഭാഗത്തായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്മേലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അരയിലൊക്കെ ആ കിങ്ങിണി കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല ആകെ തിളക്കാണ് കേട്ടോ ആ ഭാഗം, അരഭാഗം എന്ന് പറയുന്നത്. കാരണം കിങ്ങിണിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നീണ്ടു കിടക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടുകോണമൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അതെല്ലാം ഈ കിങ്ങിണി മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ആ കുഞ്ഞി കാലുകളിൽ നല്ല ഭംഗിയുള്ള കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വീതിയുള്ളതാണ് കേട്ടോ സ്വർണത്തിൻ്റെ. അതൊക്കെ ഇങ്ങനെ അകലയിൽ നിന്ന് നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു. ആകെ തിളങ്ങുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ് ആ കുറുമ്പനെ ചാർത്തിയിരിക്കുന്നത് ഇന്നലെ യശോദാമ്മ. ആ കാഴ്ച നമുക്കൊന്ന് കാണാട്ടോ നമ്മുടെ മനസ്സിൽ. കുറുമ്പനായിട്ടുള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, എന്തൊക്കെ ചെയ്താലും യശോദാമ്മ എത്രയൊക്കെ ശിക്ഷകൾ ഇങ്ങനെ കുഞ്ഞു കൊടുത്താലും ഉണ്ണിക്ക് ഇതൊന്നും ഒരു പുത്തരിയേ അല്ല, ഞാൻ ഇതൊന്നും ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ അമ്മേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ പിടിച്ച് കെട്ടിയിടുന്നതല്ലേ എന്നുള്ള ഒരു മുഖഭാവത്തിലാണ് കേട്ടോ. കുറച്ച് കുറുമ്പും ഒരു ചിരിയും ഒക്കെ കലർന്നിട്ടുള്ള ആ ഒരു മുഖഭാവത്തിലാണ് നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ പൊന്നുണ്ണിയെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണീനെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത്. ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടുടയാടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം നോക്കാറുണ്ട് കേട്ടോ തുമ്പിയിൽ എല്ലാ ദിവസവും സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ടോ എന്ന്. ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. കാതുപൂക്കളുണ്ടായിരുന്നു. നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടുമായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു. അപ്പം ഇന്നലെ തൊഴുന്ന സമയത്ത് ഗണപതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ണിക്കണ്ണൻ്റെ കഥയല്ലേ പറയുക, അപ്പോൾ ഇന്നൊരു ദിവസം എൻ്റെ ഒരു കഥ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഗണപതിയുടെ ഒരു ഉണ്ണി ഗണപതിയുടെ കഥയും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ. ഒരു 2-2.5 വയസ്സ് പ്രായമേ ഗണപതിക്കുള്ളൂ. അപ്പോൾ കൈലാസത്തിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കളിക്കുക, ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ കൂടെ മഹാദേവൻ്റെ കൂടെയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ആ ജടയ്ക്ക് മുകളിലായിട്ട് ഒരു ചന്ദ്രകല ഉണ്ടല്ലോ. അപ്പോൾ അത് നല്ല തിളങ്ങുന്ന ഒരു ചന്ദ്രകലയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗണപതി പോയിട്ട് അത് ഇങ്ങോട്ട് എടുക്കും. ആ തിളക്കവും അതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് കടിച്ചു നോക്കും. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലിടില്ലേ, ആദ്യം ഒന്ന് കടിക്കുകയല്ലേ ചെയ്യുക. അതേപോലെ തന്നെ കേട്ടോ ഗണപതിയും ചെയ്യുന്നത്. അങ്ങനെ മഹാദേവൻ വേഗം പോയിട്ട് അയ്യോ ഉണ്ണി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് പിന്നെയും ആ ജടയിൽ ഇങ്ങനെ കുത്തിവെക്കും. ഇടയ്ക്കിടയ്ക്ക് എടുക്കൂട്ടോ. അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അത് തിരിച്ചു വാങ്ങിക്കും. കാരണം ജടയിലെ വളരെ പ്രയാസപ്പെട്ടാണ് ഗംഗയെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത്, ഗംഗാദേവിയെ നിറച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം ആ ജട ഇങ്ങനെ നീക്കിയിട്ടാണ് ദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ചന്ദ്രകല ചൂടിയിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രകലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമൃതവർഷിണി എന്നാ പറയുക. അമൃതാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ. അത് ഈ അമൃത് ഗംഗയിലൂടെയാണ് ഭൂമിയിലേക്ക് എത്തുന്നതും. അപ്പോൾ ഗംഗാദേവിയുടെ ആ ഒരു മഹാത്മ്യം കൂടെ എത്ര വലുതായിരിക്കും അല്ലേ. അങ്ങനെ ഈ ജടയൊക്കെ ഒന്ന് ഉറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചന്ദ്രകല ചൂടുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ മുടി കെട്ടിയിട്ട് ഒരു ഉറപ്പിന് വേണ്ടി ഒരു സ്ലൈഡൊക്കെ കുത്തില്ലേ, ആ രീതിയിൽ. അപ്പോൾ അത് ഗണപതി എടുത്ത് കളിക്കുകയാണെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഗംഗയ്ക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത് തിരിച്ചു വാങ്ങിയിട്ട് അവിടെ തന്നെ കുത്തുന്നത്. അങ്ങനെ ഗംഭീര കളിയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും മകനും കൂടെ. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് ഒരു അതിഥി വരുന്നത്. മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം മഹാവിഷ്ണുവാണ് വരുന്നത്. ആ വരവ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. 4 തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് ശംഖു ചക്ര ഗദാ പത്മത്തോട് കൂടിയിട്ടാണ് ആ വരവ്, എന്നെ കിരീടമൊക്കെ ചൂടിയിട്ട്. അപ്പോൾ ഗണപതിക്ക് ഇത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. കാരണം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഈ കയ്യിലിരിക്കണത്. അതൊക്കെ ഒന്ന് കളിക്കാൻ കിട്ടുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഗണപതി നോക്കി നിൽക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണു വന്നു. നല്ല സ്വീകരണമൊക്കെയാണ് കൊടുത്തത്. കുറേ ദിവസമായിട്ട് ആണ് കാണുന്നത് കേട്ടോ മഹാദേവനും മഹാവിഷ്ണു ഒക്കെ തമ്മിൽ. അപ്പോൾ നല്ല സംസാരത്തിലേക്ക് കടന്നു അവർ. അപ്പോൾ വന്ന സമയത്ത് ഈ കയ്യിലുള്ള ശംഖും ചക്രവും ഗദയും പത്മൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ എടുത്തു വെച്ചു. നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വല്ല ബാഗോ കുടയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് വെക്കും. എന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നാളായിട്ടാണ് കണ്ടതേ. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വർത്തമാനമായിരിക്കും. പരിസരം മറന്ന് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഗണപതി ഒരു വികൃതി ചെയ്തു കേട്ടോ. കാരണം ആ ചക്രം ഉണ്ടല്ലോ,
ചക്രം കാണാൻ തന്നെ ഒരു ഭംഗി തിളക്കമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന് കിട്ടിയാൽ കൊള്ളാന്നുള്ള രീതിയിൽ ഈ എടുത്തു വെച്ചിരിക്കുന്നത് പതുക്കെ പോയിട്ട് ഗണപതി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് മൂപ്പര് കളിച്ചു തുടങ്ങിട്ടോ. കുറേ നേരം അതിലിങ്ങനെ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ മഹാവിഷ്ണുവിന് പോകേണ്ട നേരമായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ഇറങ്ങട്ടെ, കുറച്ചധികം നേരമായില്ലേ വന്നിട്ട്, സംസാരിച്ചിരുന്നിട്ട് നേരം പോയതൊന്നും അറിഞ്ഞില്ല. ഇനി അവിടെയും ചെന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടല്ലോ പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണ്ടേ. അവിടെ നോക്കിയപ്പോൾ ശംഖും ഗദയും പത്മവും ഉണ്ട്. ചക്രം കാണാനില്ല കേട്ടോ. അപ്പം എവിടെ നോക്കിയിട്ടും ചക്രം കാണുന്നില്ല. ഇത് എവിടേക്കാ പോയി, എൻ്റെ ചക്രം കാണില്ലല്ലോ, എനിക്കൊന്ന് പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതായിരിക്കുന്നു ഉണ്ണി ഗണപതി ചക്രം ഉണ്ട് കയ്യിൽ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മഹാദേവൻ പറഞ്ഞു, ഉണ്ണി അതങ്ങോട്ട് കൊടുക്കൂ, മഹാവിഷ്ണു പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. മഹാവിഷ്ണു പറയുന്നുണ്ട്, അതൊന്ന് തരൂ ഉണ്ണി, എന്നാലല്ലേ എനിക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ചെറിയ ഉണ്ണിയല്ലേ, നമുക്ക് വഴക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, അത്രയും ചെറിയ ഉണ്ണിയാണേ. അപ്പൊ ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മഹാവിഷ്ണു മഹാദേവനും ആവുന്ന അത്രയൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പല സർക്കസുകളും കാണിക്കുന്നുണ്ട്. അപ്പൊ തരൂ എന്ന് പറയുമ്പോൾ ഉണ്ണി എന്താ ചെയ്തെന്നറിയോ, പെട്ടെന്ന് ആ ചക്രം എടുത്ത് വായിലേക്ക് ഇട്ടു. എന്നിട്ട് വായ അടച്ചു പിടിച്ചിട്ടിരുന്നു. അപ്പൊ തരാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വായ തുറക്കുന്നേ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് തുറന്നാലല്ലേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ കുറേ നേരം ശ്രമിച്ചു നോക്കി, ഒരു ഫലവും ഇല്ല കേട്ടോ. ആ സമയത്താണ് മഹാവിഷ്ണുവിന് ഒരു ബുദ്ധി തോന്നിയത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉണ്ണി ഗണപതിയുടെ മുന്നിൽ വന്നിട്ട് ഏത്തമിടാനായിട്ട് തുടങ്ങി. രണ്ട് കൈകളും ഇങ്ങനെ ചെവിക്ക് പുറകിൽ വെച്ചിട്ട് ഏത്തമിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗണപതിക്ക് നല്ല സന്തോഷമായി. മഹാവിഷ്ണു ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് ഏത്തമിടില്ലേ, അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടാവില്ലേ. അങ്ങനെ നല്ല സന്തോഷമായി ഉണ്ണി ഗണപതി ഉറക്കെ ഇങ്ങനെ കുടുകുടാ ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അത് കണ്ടിട്ട് അങ്ങനെ ചിരിച്ചു തുടങ്ങിയപ്പോൾ വായിൽ നിന്ന് ഈ ചക്രം താഴേക്ക് വീണു. ഉടനടി മഹാവിഷ്ണു അതെടുത്ത് കയ്യിൽ പിടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ആ സമയം കൊണ്ട് എടുത്തില്ലെങ്കിൽ പിന്നെ അതെടുത്ത് വയലിട്ടാലും, ഇപ്പൊ സന്തോഷിച്ചിരിക്കുന്ന സമയമില്ല. അപ്പൊ വേഗം എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ടാണ് മഹാവിഷ്ണു ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരു കഥ ഈ ഏത്തം വിടുന്നതിന്റെ പുറകിലുണ്ട് കേട്ടോ. നമ്മളും ഏത്തമിടാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഏത്തമിടുന്ന സമയത്ത് ഈ കഥ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഏത്തമിട്ടോളൂ. അങ്ങനെ ആ ഏത്തമിടുന്ന കാഴ്ച കാണുമ്പോൾ ഗണപതിക്കും നല്ല സന്തോഷമാണ് അത്രേ. ഈ പണ്ടുണ്ടായ ഈ കഥ ഓർമ്മ വരും അത്രേ. ചക്രം ഇങ്ങനെ വായിലിട്ടതും മഹാവിഷ്ണു വന്നിട്ട് ഏത്തമിട്ടതൊക്കെ. അപ്പോൾ കാണുന്നത് തന്നെ വലിയ സന്തോഷമാണെന്ന്. അപ്പോൾ ഇനി ഏത്തമിടുമ്പോൾ ഇതുകൂടെ ഒക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ചോളൂ കേട്ടോ, ഈ രസകരമായിട്ടുള്ള ഒരു കഥ. ഇനി നമുക്ക് തൊഴുന്ന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ഗണപതിയെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങളങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതു. തൊട്ടടുത്തുള്ള കുഞ്ഞേഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് പുറകിലൂടെ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ബാക്കി ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വന്നിട്ട് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയത്. അവിടെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠ നാരായണനെ തൊഴുതു. അവിടെ ഇന്നലെ താമരയും അതുപോലെ തന്നെ തെച്ചിയും കൂടെ കോർത്തിട്ടുള്ള ധാരാളം മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വിളക്ക് കൊളുത്താനും സാധിച്ചു, അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുന്ന സമയത്ത് 9ാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അവിടെ തുളസിമാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയും ചുവപ്പും ചെണ്ടുമല്ലികളും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴുത് അങ്ങനെ മുരുകനെ തൊഴുതു, ആഞ്ജനേയനെ തൊഴുതു. അവിടെ ഇന്നലെ വെറ്റിലമാല ഉണ്ടായിരുന്നു. വെറ്റില മാത്രമല്ല കേട്ടോ, ഇടയിൽ തെച്ചിയും താമരയും ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ള മാലകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു, കാളിയമർദ്ദനം തൊഴുതു. അങ്ങനെ വടക്ക് ഭാഗത്തെത്തി, ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് നന്നായി കണ്ടു തൊഴുതതിന് ശേഷമാണ് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നരസിംഹമൂർത്തിയെ കണ്ടു തൊഴുതു കേട്ടോ. അപ്പം അതിന് ശേഷമാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന പട്ടായിരുന്നു, ചുവപ്പ് മയ്യായിരുന്നു, പുറകിലും ആ പ്രഭാവലയൊക്കെ ചുവപ്പ് കൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരു ആഭരണം എന്ന് പറയുന്നത് കാതുപൂക്കളായിരുന്നു, വേറെ ഒരു ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നും അണിയാറുള്ള മാല പോലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഭംഗിയിൽ തന്നെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത്. ചന്ദനം കൊണ്ട് ഒരു ചെറിയ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്, ആഭരണമായിട്ട് കാതുപൂക്കൾ മാത്രം. അങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു കേട്ടോ. അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് പുറകിൽ വന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴുതത്. അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഉഗ്ര നരസിംഹമൂർത്തിയെയും കൂടി തൊഴുത് നമസ്കരിച്ചിട്ട് ഇന്നലെ മഞ്ചാടി ചെമ്പിൽ മഞ്ചാടിയും കൂടെ വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്ക് ഇങ്ങനെ വാരാനായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചാടിക്കുരൊക്കെ വാരിയിട്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത്. ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പനടുത്തേക്ക് എത്തി.
അയ്യപ്പൻ ഇന്നലെയും ഉണ്ണിക്കണ്ണൻ്റെ രൂപം തന്നെയായിരുന്നു കേട്ടോ. മയിൽപ്പീലിയുണ്ട്, ഓടക്കുഴലും ഉണ്ട്. ഒരു കസവ് കൊണ്ടാണ് ചുറ്റിയിരിക്കുന്നത് ഉടയാടയായിട്ട്. അരയിൽ ഒരു ചുവന്ന കസവ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയിൽ മയിൽപ്പീലിയും അതുപോലെ തന്നെ ഓടക്കുഴലൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. ഇങ്ങനെ 2 കൈകളുടെ ഭാഗത്തായിട്ട് ഒരു ചുവപ്പ് നിറത്തിൽ സ്വർണ്ണത്തിൻ്റെ ഡിസൈനായിട്ട് പട്ട പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉടയാടയ്ക്ക് പുറമെ ഒരു ഉത്തരീയം പോലെ മുന്നിലേക്ക് ഒരു ഷോൾ പോലെ, ഉത്തരീയം എന്നാണല്ലോ അതിനെ പറയുക, അങ്ങനെ ഒരു 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 അലങ്കാരം കൂടെ ഇന്നലെ അയ്യപ്പനുണ്ടായിരുന്നു. അവിടെ കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത്. ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ, മുരളീധരനെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഞങ്ങൾ കൊടിമരത്തിന് ചുവട്ടിൽ വന്നിട്ടാണ് പ്രദക്ഷിണം പൂർത്തിയാക്കിയത്. നന്നായി ഒന്ന് തൊഴുതതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു ഭക്ത എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും തൊഴുന്ന ആ വിവരണങ്ങൾ പറയുന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് നരസിംഹമൂർത്തിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ തൊഴാനായിട്ട് വന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് നോക്കിയപ്പോൾ ചുമർ ചിത്രങ്ങളുടെ ഇടയിലൊന്നും നരസിംഹമൂർത്തിനെ കണ്ടിരുന്നില്ല. പകരം വേറെ കുറേ ചുമർ ചിത്രങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ തൊഴുന്ന ആ നരസിംഹമൂർത്തിയുടെ ചിത്രം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആ ചുമർ ചിത്രങ്ങളെ കുറിച്ചും ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അല്ല, ആദ്യത്തേത് നരസിംഹമൂർത്തി, ഞാൻ തൊഴാറുള്ള നരസിംഹമൂർത്തിനെ പറ്റിയിട്ട് ആദ്യം പറയാം. ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നരസിംഹമൂർത്തിയുടെ ചുമർ ചിത്രമല്ല, അതൊരു ശില്പമാണ് കേട്ടോ. ആ പടിഞ്ഞാറ് ഭാഗത്ത്, ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിലായിട്ട് 3 തട്ടുകളിലായിട്ടാണ് ഈ ശില്പങ്ങൾ കാണുന്നത്. ആദ്യത്തേത് ആ ചുമർ ചിത്രങ്ങൾക്കിടയിലുള്ളത് കല്ലും ചുണ്ണാമ്പും കൂടെ നിർമ്മിച്ചിട്ടുള്ള ശില്പമാണ്. ബാക്കിയുള്ളത് മരത്തിൽ കൊത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതിനെ ദാരുശില്പം എന്നാണ് പറയുക. അപ്പോൾ ഈ ശില്പങ്ങളാണ് ഞാൻ തൊഴുത് നമസ്കരിക്കാറുള്ളത്. പിന്നെ ചുമർ ചിത്രങ്ങളെ കുറിച്ച് പറയാം. അത് പക്ഷേ വളരെ കുറേ ചരിത്രങ്ങൾ പറയേണ്ടതായിട്ട് വരും. പക്ഷെ അധികം ഒന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇപ്പോൾ ചുമർ ചിത്രത്തെ കുറിച്ചിട്ട് പറയാം. ചുമർ ചിത്രങ്ങൾ വരച്ചത് 8-ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് ഏത് വർഷമാണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് ആദ്യത്തെ ചുമർ ചിത്രം വരച്ചതിന് ശേഷം ഒരിക്കൽ ക്ഷേത്രം അഗ്നിബാധയ്ക്ക് ഇരയായപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കേടുപാട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് രണ്ടാമതും ക്ഷേത്രം പുനർനിർമ്മിച്ച സമയത്ത് ഈ ചിത്രങ്ങളൊക്കെ ഒന്നുകൂടെ വരച്ചത്. അപ്പോൾ ആ സമയത്തൊന്നും ചിത്രം വരയ്ക്കുന്ന ചുമർ ചിത്ര കലാകാരന്മാരെ ഒന്നും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവസ്വം 1989 ചുമർ ചിത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നത് കേട്ടോ. ഈ ചായങ്ങളെല്ലാം ഇങ്ങനെ നിറം മങ്ങാതിരിക്കാനായിട്ട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ നിറങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടോ. വെളുത്ത പ്രതലത്തിലെ മഞ്ഞയും കാവിയും ചുവപ്പും പച്ചയും കറുപ്പും നിറങ്ങൾ ഉപയോഗിച്ചിട്ട്, അതേപോലെ തന്നെ പ്രത്യേക പശക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നമുക്കും കാണാനായിട്ട് സാധിക്കും കേട്ടോ. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൻ്റെ ചുമരിൽ മാത്രമല്ല, കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരത്തിലും, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ആ തെക്കുവശത്തും കിഴക്കു ഭാഗത്തുമായിട്ട് നമുക്ക് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ പല കഥകളെ ആസ്പദമാക്കിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ ഭാഗങ്ങളിലെ ഏതൊക്കെ തരത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്തായിട്ട് വരച്ചിരിക്കുന്നത് ദക്ഷിണാമൂർത്തി, കിരാതാർജുനീയം, മോഹിനി, നന്ദികേശന് പുറത്തിരിക്കുന്ന പാർവതി, അതേപോലെ തന്നെ പ്രദോഷ നൃത്തമാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. പിന്നെ പടിഞ്ഞാറു ഭാഗത്ത് സ്വയംവര പാർവതി, സരസ്വതി ദേവി, ധന്വന്തരി മൂർത്തി, ശ്രീരാമൻ, പരശുരാമൻ, രാമലക്ഷ്മണന്മാർ, ത്രിപുര സുന്ദരി, അതേപോലെ വേട്ടയ്ക്കൊരു മകൻ, ഭക്ത ഹനുമാൻ, ഭീഷ്മരുടെ ശരശയ്യ, പിന്നെ ഗോവർദ്ധനോദാരണം. ഈ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി വടക്കു ഭാഗത്ത് ശ്രീകൃഷ്ണ കഥകളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വസുദേവര് ഭഗവാനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നദിയിലൂടെ കടന്നു പോകുന്നതും, പശുക്കിടാവിനെ തള്ളി മാറ്റിയിട്ട് പശുവിൻ്റെ അകിട്ടിൽ നിന്ന് പാൽ കുടിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെയും, അതേപോലെ വനഭോജനം, കാളിയമർദ്ദനം, യശോദയും കണ്ണനും മഹാവിഷ്ണുവും, ഇതേപോലെ പാർത്ഥസാരഥേനെയും കൂടെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വലത്തെ അറ്റത്തായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താമരക്കണ്ണനും കൂടെ ഉണ്ട്. കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് മുത്തുകളും രത്നങ്ങളും ഒക്കെ പൊഴിയുന്ന ആ കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലെ ഒരു താമരയിൽ ഇരുന്നു കൊണ്ട് വെണ്ണയും അമൃതും ഭക്ഷിക്കുന്ന
ആ സുന്ദരനായിട്ടുള്ള ഒരു താമരക്കണ്ണൻ്റെ ചിത്രം കൂടിയുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും നടക്കുന്നുള്ള വിശ്വാസം കൂടിയുണ്ട് കേട്ടോ. ഇനി ഈ ചുമർ ചിത്രങ്ങൾക്ക് പുറമേ ആയിട്ട് ഇതിന് ഒരു കുറച്ച് മുകളിലായിട്ട് ചെറിയ ശില്പങ്ങൾ കാണാം. അവിടെ ഭഗവാന്റെ ആ ജനനമൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് അതുകൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചോളൂ. ഇനി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ചുമർ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ നടന്ന് നീങ്ങില്ലേ, അപ്പോൾ ആ കിഴക്ക് ഭാഗത്തെ ചുമരിലുള്ള ഒരു ആലിലകൃഷ്ണൻ്റെ ചിത്രമാണ് കേട്ടോ. അത് നല്ല ഭംഗിയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ആലിലകൃഷ്ണന് ചുവടെയായിട്ട് 3 ഭാവങ്ങളിലുള്ള വേറെയും ചിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇതെല്ലാം നോക്കാനായിട്ട് ശ്രദ്ധിക്കൂ. ഇതിലെ ഓരോ ചിത്രങ്ങൾക്ക് പുറകിലും ഓരോ മനോഹരമായിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഈ കഥകളും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ നാമജപം എന്ന് പറയുന്നത് 5,78,337 നാമങ്ങളാണ് കേട്ടോ ഭഗവാനെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇതിന് മുൻപത്തെ നാമങ്ങളെക്കാളും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നന്നായി നാമജപം മുടങ്ങാതെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ വീഡിയോന് ചുവടെയായിട്ട് ധാരാളം കമൻറ്റുകൾ കണ്ടു കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. കഥ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു, കഥകൾ ഇനിയും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞു. ആ വീഡിയോ കഴിഞ്ഞു പോകുന്നത് അറിഞ്ഞില്ല അത്രേ. ശരിക്കും ഒരു 19-20 മിനിറ്റൊക്കെ ഞാൻ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഥകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഗുരുവായൂരിലെ വിശേഷങ്ങളൊന്നും ചോർന്നു പോകാതെ തന്നെ കഥയ്ക്കായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സാധിക്കട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.